എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ, നിങ്ങളോടൊരു കാര്യം കേൾക്കട്ടെ. ഒരു അർജുനി പറഞ്ഞ ഒരു കുട്ടി, ഒരു അർജുനി പറഞ്ഞ പാവപ്പെട്ട ഒരു ചെക്കൻ, ഒരു കുടുംബം നോക്കുന്ന ആ പെണ്ണുങ്ങളും ആ ഒരു ചെറിയ കുട്ടിയും കാത്തിരിക്കുന്ന ആ അച്ഛന് വേണ്ടി കാത്തിരിക്കുന്ന ആ അർജുനെ കാത്തിരിക്കുന്ന കാടുണ്ടോ നമ്മുടെ കേരളത്തിന്റെ മന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി? നിങ്ങൾ കാണാതെ പോകരുത്. അതെ, എത്ര പെട്ടെന്ന് അവന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അവൻ ലോറിനുള്ളിൽ പെട്ടിട്ടുണ്ട്. അവന്റെ ലോറി ഡ്രൈവറാണ് ഈ അർജുന് പറഞ്ഞവൻ. ലോറി ഡ്രൈവറാണ്. ആ ഡ്രൈവറെ ആ മണ്ണിൽ മൂടിയിരിക്കുകയാണ് അവൻ. ആ മണ്ണിൽ മൂടിക്കണം. ആ മണ്ണിടിച്ചിലൊന്നായിട്ട് അവൻ ലോറിനായിട്ട് മൂടിയിരിക്കുകയാണ്. ഒരു ഡ്രൈവറാണ്, പാവമാണ്, ഒരു പാവപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന ആ പിണറായി വിജയൻ രക്ഷപ്പെടുത്താനുള്ള പാകെടുക്കണം. രക്ഷപ്പെടുത്താൻ നിങ്ങൾ മുന്നിൽ കിടക്കണം. ഇനി മണ്ണ് മാണ്ടിയിട്ട് കാര്യമില്ല. അവനെ രക്ഷപ്പെടുത്താൻ മണ്ണ് മാണ്ടി എടുത്ത് അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ ദോരടക്കം മണ്ണിൽ പൂണ്ടിക്കുകയാണ്. അറിയോ? മണ്ണിൽ പൂണ്ടിക്കുകയാണ്. ആ മണ്ണിടിച്ചിലെന്നായിട്ട് മുണിക്കണോ? ആ നാരീസം എന്ന മയ കർണാടകത്തിലാണ് കുടുങ്ങിയത്. ആ കർണാടകത്തിലാണ് മഴ പെയ്തത്. കാരണം അവന്റെ വണ്ടിയടക്കം ലോറി പോണ രാത്രി അവൻ മുങ്ങിക്കുകയാണ്. അറിയാം നിങ്ങൾക്ക്? അർജി പറഞ്ഞവൻ, ആ അർജി പറഞ്ഞ ഒരു പാവപ്പെട്ട ഒരു ചെറിയൊരു കുഞ്ഞു പൈതലുണ്ട്. അവനിക്ക് പാവമാണ്, ജീവിച്ച് പോയിക്കോട്ടെ നോക്കിയ. അതുകൊണ്ട് ഇവിടുത്തെ കർണാടക ഭരിക്കുന്ന ആര് മന്ത്രിയായാലും, കർണാടക ഏത് ഭരിക്കുന്ന മന്ത്രിയാണെങ്കിലും ആ മന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ജീവൻ രക്ഷപ്പെടുത്താൻ കർണാടകത്തിലെ മന്ത്രിനോട് അപേക്ഷിക്കുകയാണ്. അത് കോൺഗ്രസ് ആരും വേണ്ട, രക്ഷപ്പെടുത്തിനെ വേണം. ഒരു ജീവൻ കോഴിക്കോടുള്ളതാണ് അർജുന്റെ കുടുംബമായ അർജുന്റെ ഭാര്യയും അതുപോലെ കുട്ടിയും, ഒരു ചെറിയ കുട്ടി കാത്തിരിക്കുകയാണ്. കാരണം രാത്രി വണ്ടിയിൽ പോയപ്പോ അതെ ആ മണ്ണൊന്നായിട്ട് ഡ്രൈവർ അധ്വാനിക്കാൻ പോയതാണ്. പെണ്ണുങ്ങളും കുട്ടികളും പോറ്റാൻ വേണ്ടി പോയതാണ്. ഒരു പാവപ്പെട്ട ഒരു കുടുംബം അവനെ ജീവിതത്തിൽ കൂടെ പിടിക്കാൻ അവനക്ക് നമ്മുടെ കേരളത്തിന്റെ മന്ത്രിക്ക് സാധിക്കണം. അതെ, ആ മണ്ണിടിച്ചിൽ പോയതാണ്. അതുകൊണ്ട് ഒന്ന് പോ കർണാടകത്തിൽ, ഒന്ന് പോയിട്ട് മണ്ണ് മാന്തണം, പോയിട്ട് മണ്ണിലെടുക്കണം. ആ മണ്ണ് മാന്തിട്ട് അവനെ രക്ഷപ്പെടുത്താൻ, അവന്റെ ആയുസ് നീട്ടിക്കൊടുക്കാൻ, അതെ അർജുന്റെ പെണ്ണുങ്ങൾക്കും ആ കുട്ടികൾക്കും ഒന്ന് പോയി കാണേ. അതെ, ഒന്ന് ജീവൻ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് പേടിച്ചു നിൽക്കരുത്, ഒന്ന് പോ. അതെ, നമ്മുടെ കേരളത്തിലെ മന്ത്രിക്ക് അത് കഴിയും. നമ്മുടെ കേരള മന്ത്രി എന്തുകൊണ്ട് പോയില്ല? കാരണം പാവമല്ലേ ആ മണ്ണിടിച്ചില്ലാണ്. കാരണം ഇത്ര കുടുംബം പോറ്റാൻ വേണ്ടി ലോറി ഡ്രൈവറാണ്. അതാരാണ്? ഒരു ലോറി ഡ്രൈവറാണ്. പാകമാണ് ആ അർജുൻ പാവമാണ്. ഒരു കൂലിപ്പണിക്കാരമായി ഡ്രൈവറായി പോകുമ്പോ അവന്റെ വണ്ടി ഒന്നായിട്ട് മണ്ണിൽ പൂണ്ടിക്കുകയാണ്. അവൻ ഡ്രൈവർ ഇത് കണ്ടോ? ഡ്രൈവറായി പോകുന്നവനാണ് അർജുൻ. പാവമാണ്. അവനെ രക്ഷപ്പെടുത്താൻ കേരള മുഖ്യമന്ത്രി തയ്യാറാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ തയ്യാറാക്കും. ശക്തമായി നമ്മൾ പോരാടും. അതെ, അതുകൊണ്ട് മന്ത്രിനോട് ആദ്യമായി പറഞ്ഞു, കേരള മുഖ്യമന്ത്രി ഇടപെടാൻ തയ്യാറാകണം. നിർബന്ധമായിട്ടും ഒന്ന് പോയിട്ട് ആ കർണാടകയിൽ പോയിട്ട് സംസാരിച്ചിട്ട് ആ പാവപ്പെട്ട ആ അർജുന രക്ഷപ്പെടുത്താൻ കഴിയും. അതെ, മരത്തിലേക്ക് വിട്ടുകൊടുക്കരുത്. അവനെ കാത്തിരിക്കണ്ടേ അവന്റെ പെണ്ണുങ്ങൾ. അർജുന്റെ പെണ്ണുങ്ങൾ കാത്തിരിക്കുന്നു. ഒരു ചെറിയൊരു കുട്ടി. ആ കുട്ടീനെ നോക്കാൻ വേണ്ടി, ആ പെണ്ണിനെ നോക്കാൻ വേണ്ടിയാണ് അവൻ നയിക്കാൻ വേണ്ടി പോയത്, ഡ്രൈവറായി പോയത് ആ അർജുൻ. അതുകൊണ്ട് കേരളത്തിൽ മൊത്തം അത് സരസമാണ്. കേരളത്തിൽ മൊത്തം അതാണ്. അർജുൻ എന്ന പാവമാണത്. അത് രക്ഷപ്പെടുത്താൻ നിങ്ങൾ പാകത്തിലുണ്ടാകണം. പാകമാണത്. ഒരു പാവം ഡ്രൈവറെ. അതുകൊണ്ട് ജീവിതത്തിന്റെ കരകയറ്റാൻ നമ്മുടെ കേരള മുഖ്യമന്ത്രി പോയിട്ട് രക്ഷപ്പെടുത്താൻ കോഴിക്കോട്ടുകാരനാണ് അർജുൻ. കോഴിക്കോട്ടുകാരനാണ്, പാവമാണ്. കോഴിക്കോട്ടുകാരനാണ് അർജുൻ, പാവമാണ് അർജുന്. ഒരു കോഴിക്കോട്ടുകാരനുമായി അതുപോലെ അവന്റെ പെണ്ണുങ്ങളും കുട്ടികളും അവിടെ കാത്തിരിക്കുന്നുണ്ട്.
കാരണം ലാട്ടറി പോയതാണ്. ലാട്ടറി ആ പെരുമയ ആ നാഡീ സംബന്ധ മയിലാണ് ആ മണ്ണിടിച്ചിൽ പോയത്. എന്നിട്ട് ഇപ്പോഴാണ് മണ്ണെടുത്തിട്ട് ഇപ്പൊ മണ്ണ് ഇടുക്കൽ കഴിഞ്ഞു എന്നാ പറഞ്ഞത്. പക്ഷെ അത് പോരില്ല, മണ്ണെടുക്കണം. മണ്ണ് കീച്ചി അവനെ മണ്ണിനെ രക്ഷപ്പെടുത്തണം. അവന് മണ്ണ് കോരി കോരി അവനെ രക്ഷപ്പെടുത്തി അവനെ ഇല്ല നോക്കണം. പാവല്ലേ അവന അവന്റെ ഭാര്യ കാത്തിരിക്കുന്ന പാവമാണ്, നിറവാരിയുമായ പാവം. ഒരു പാവമായ മുതലാളി, ഒരു പാവപ്പെട്ട ഒരു മലയാളിയാണ്. പാവല്ലേ ആ കർണാടകത്തിൽ കുടുങ്ങിയത് ഒരു പാവപ്പെട്ട ഒരു മലയാളിയാണ് അവിടെ കുടുങ്ങിയത്. അത് രക്ഷപ്പെടുത്താൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയിട്ട് അവിടുത്തെ മന്ത്രിനോട് പറഞ്ഞിട്ട് ഇടപെട്ട് അതിന് എത്ര പെട്ടെന്ന് തീരുമാനമെടുത്ത് അവനെ ജീവിതത്തിൽ കൂടെ കരകയറ്റാൻ, ജീവിതത്തിൽ കൂടെ നല്ല ജീവിതത്തിൽ കൂടെ തിരിച്ചു വരണമെന്നാണ് ഞങ്ങൾക്കൊക്കെ ആവശ്യം. അർജുന് തിരിച്ചു വരാൻ ഞങ്ങൾക്കൊക്കെ ആവശ്യം. ഒരു പാവപ്പെട്ട ചെക്കനാണ്. അതുകൊണ്ട് നമ്മൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. അർജുൻ ജീവിതത്തിൽ കൂടെ തിരിച്ചു വരട്ടെന്ന് നമ്മുടെ എല്ലാ പാർട്ടികളും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പാവപ്പെട്ട ആ കുട്ടിക്ക് വേണ്ടി, ആ പെണ്ണുങ്ങൾക്ക് വേണ്ടി, ആ പാവപ്പെട്ട ഒരു ചെറിയ കുഞ്ഞുച്ച കുട്ടിക്ക് ആ അച്ഛനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് മന്ത്രിയെല്ലാം പോയിട്ട് എത്ര പെട്ടെന്ന് ജീവിതത്തിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പാവല്ലേ ആ മണ്ണിൽ പെട്ടുപോയതാണ്. ശ്വാസം കിട്ടുമോ എന്ന് നോക്കിയോ? കാരണം ചിലപ്പോ ചില്ല അടച്ചിക്കണ അറിയില്ല, ചില്ല അടച്ചു പോയ ശ്വാസം കിട്ടൂല. അത്രയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. പാവമാണ്. അതുകൊണ്ട് എത്ര പെട്ടെന്ന് ആ അർജുന കുടുംബത്തിനെ നീതി കൊടുക്കുക, തിരിച്ചു കിട്ടാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം. കേരളം ഒട്ടവരെ ഒന്നിച്ചിരിക്കണം. കേരളം മൊത്തം ഒന്നിച്ചിരിക്കണം. കർണാടകത്തിന്റെ മന്ത്രി അതെ തീരുമാനമെടുത്ത് അർജുന ആ മണ്ണിന്ന് രക്ഷപ്പെടുത്താൻ, ജീവിതത്തിൽ കൂടെ കരകയറ്റാൻ, അവനെ ആപ്പട്ടിലേക്ക് രക്ഷപ്പെടുത്താൻ, അവനെ ആപ്പട്ടിലേക്ക് മാറ്റാൻ, അവനക്ക് സീസർ സഹായങ്ങൾ ചെയ്യാൻ, അവനക്കുള്ള മരുന്ന് ചെയ്യാൻ, അവനക്ക് സീസർ സഹായം ചെയ്യാൻ അതെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കർണാടകത്തിലെ മന്ത്രിനോട് അപേക്ഷിക്കുന്നു. നിർത്തുന്നു ഈ വീഡിയോ. അതുകൊണ്ട് ആ അർജുന്റെ കുടുംബത്തിന് വേണ്ടി ശക്തമായിട്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. അതെ ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണ്, ഒരു കൂലിപ്പണിക്കാരനെ വേണേ. അതുകൊണ്ട് ആ അർജുന എത്ര പെട്ടെന്ന് അതെ ആ കോഴിക്കോടുള്ള ഒരു മലയാളിയാണ്, പാവമാണ് എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. മന്ത്രിക്കുണ്ടാവില്ലേ മന്ത്രി? പാവല്ലേ ജീവിച്ചിരിക്കോട്ടെ. കാരണം കൂലിപ്പണിക്ക് പോകുന്ന, ഒരു വണ്ടിയിൽ പോകുന്ന, ഡ്രൈവറായി പോകുന്ന പെണ്ണിനും കുട്ടികളും പോറ്റാൻ വേണ്ടി ലാട്ടറി പോയിട്ട് ആ പെരുമയ നാരീ സംബന്ധിതമായ ആ ഇടിഞ്ഞുപൊട്ടിൽ ഇടിഞ്ഞു ചാടിയത്, ആ മണ്ണിടിച്ചിൽ വീണത് അത് അർജുനിയാണ് ആ മണ്ണിലുള്ളത്. ആ ഡോറിന്റെ അടിയിൽ മണ്ണിൽ കിടക്കുന്നത് അർജുനിയാണ്. ആ അർജുനെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ നമ്മളെ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വിഷയം ഓർമ്മിക്കുന്നത്. നിർത്തുന്നു. ഒരു യൂട്യൂബറായ ലോകറായോണ്ടാണ് ഈ കാര്യം ഇടപെട്ടത്. അതുകൊണ്ട് അർജുന എത്ര പെട്ടെന്ന് കോഴിക്കോടുള്ള അർജുന തിരിച്ചു കൊണ്ടുവരാൻ, ആ കർണാടകത്തിന്റെ കൊണ്ടുവരാൻ മന്ത്രി എല്ലാവരും ഇടപെട്ട്, കേരളത്തിന്റെ മന്ത്രിയും അതുപോലെ കർണാടക മന്ത്രിയും ഇടപെട്ട് അവരെ മണ്ണിന്ന് രക്ഷപ്പെടുത്താനുള്ള പാകത്തിന് തയ്യാറാകണമെന്ന് അപേക്ഷിക്കുന്നു. നിർത്തുന്നു. എല്ലാ ഭാഗത്തിലേക്കും നടത്തുന്നു. അതുകൊണ്ട് ഈ അർജുന നമുക്ക് ബാക്കിയുള്ള കാര്യം അവനെ ജീവിതത്തിൽ കൂടെ കൊണ്ടുവരാൻ, അവനെ ജീവിതത്തിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ, അവന് ഉണ്ടായില്ല എന്നറിയില്ല, അവനെ ജീവിതത്തിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ. പാവമാണ്. അവനക്ക് ഫോൺ വിളിച്ചപ്പോ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞു, പിന്നെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് പറഞ്ഞു. കസ അവനാ മണ്ണിന്റെ അടിയിലുണ്ട്. അത് കേൾക്കാൻ തയ്യാറാകണം. കർണാടകത്തിലെ മന്ത്രിയാലും അതുപോലെ പിന്നെ കേരളത്തിലെ മന്ത്രിയാലും കേൾക്കാൻ തയ്യാറാകണം. അവനുണ്ട്. അവന്റെ പെണ്ണുങ്ങൾ വിളിച്ചപ്പോ കിട്ടിയെന്ന് പറഞ്ഞു. കാരണം കൂട്ടി കേട്ട് പറഞ്ഞിട്ട് പിന്നെ ഫോൺ സ്വിച്ച് പറഞ്ഞു. അതെ അങ്ങനെയൊക്കെയാണ് ന്യൂസ് കേട്ടത്. ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടത്. കാരണം പിന്നെ കിട്ടി, പിന്നെ സ്വിച്ച് പറഞ്ഞു. കാരണം അവൻ ആ മണ്ണിന്റെ അടിയിലുണ്ട്. ആ ദോഹിത്തെ ഡ്രൈവറാണ്, പാവമാണ്. അവന്റെ ദോഹി ഒന്നായിട്ട് പൂണ്ടിക്കുകയാണ് മണ്ണിൽ. ആ മണ്ണിടിച്ചിലൊന്നായി പൂണ്ടുപോയി. അതിനെ രക്ഷപ്പെടുത്താൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നേ. ഈ കർണാടകത്തിലെ മന്ത്രി എന്ന മന്ത്രി, അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം ആളുകൾ തയ്യാറായിട്ട് രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് കേരളത്തിലുള്ള കോൺഗ്രസിന്റെ ആൾക്കാരുണ്ടെങ്കിൽ, അതേ കോഴിക്കോടിലെ കോൺഗ്രസിന്റെ ആൾക്കാരുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് അർജുന ജീവൻ രക്ഷപ്പെടുത്താൻ കർണാടകത്തിലേക്ക് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള കാരണം. കോഴിക്കോടുള്ള കോൺഗ്രസ്സുകാരോട് പറയുന്നു, അവിടുത്തെ MP-നോടും അതെ എല്ലാം ഇടപെട്ട് ആ കർണാടകത്തിൽ പോയി ഇടപെട്ട് ഇവിടുത്തെ MP, അത് കോഴിക്കോടിന്റെ MP, ആ അർജുന് പാവമാണ്. ആ അർജുന്റെ കുട്ടിനെയും
കുട്ടീനും പെണ്ണുങ്ങൾക്കും അവർക്ക് ഒരു നോട്ടം കാണാൻ വേണ്ടി അത് സഹായിക്കണം, അത് സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ. എല്ലാവർക്കും വേണ്ടി ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ആ കുടുംബം നല്ല രീതിയിലേക്ക് പോകുന്ന കുടുംബമാണ്. അതുപോലെ അത്താണിയായ കുടുംബമാണ്. ഒരു ആ പെണ്ണിനെ പോറ്റുന്ന ഒരു ആ ഭർത്താവുകയാണ് ആ മണ്ണിന്റെ അടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള പാകം ഉണ്ടാകണമെന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് പോയിട്ട് തീരുമാനമെടുത്ത് അതുപോലെ അവനെ മണ്ണിൽ നിന്ന് ഊരാനുള്ള പരിപാടി നമ്മുടെ ജീവിതത്തിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ നോക്കണം. നാളെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പത്തിൽ പോയിട്ട് മണ്ണ് ഊരാൻ നോക്കണം. കാരണം ഒരു മനുഷ്യന്റെ ജീവൻ നാളെ എടുക്കട്ടെ പറഞ്ഞാണ്ട് നടക്കാൻ പാടില്ല. കാരണം ഇപ്പത്തിനെ പോയിട്ട് നാളെ നീക്കാൻ പറ്റും നടക്കല്ല. ഏത് സമയത്താണെങ്കിൽ ലൈറ്റ് വെച്ച് അതുപോലെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് ആ മണ്ണ് എത്ര വട്ടം നീക്കി അവനെ രക്ഷപ്പെടുത്താനുള്ള പാകം ഉണ്ടാകണമെന്ന് കർണാടകത്തിന്റെ ഭാഗത്തിനുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. കാരണം ഇരുട്ടാണ് പകലാണ്ടല്ല, ലൈറ്റ് വെച്ചുകൊണ്ട് മണ്ണ് നീക്കണം. അതേ നിർബന്ധമാണ് ഏത് സിമയാലും. കാരണം ഒരു ജീവമാണ് അവിടെ പോയത്. ആ ജീവൻ പോകുന്ന മുന്നിൽ തന്നെ രക്ഷപ്പെടുത്താനുള്ള പാകം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു ഈ വീഡിയോ. എല്ലാവരും കാണുക, ഇത് യൂട്യൂബിലുണ്ടാവും എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. ഈ അർജുനക്ക് വേണ്ടി നമ്മൾ എല്ലാ പാകത്തിലേക്കും ആ കുട്ടിക്ക് വേണ്ടി, ആ കുട്ടിന്റെ അച്ഛനക്ക് വേണ്ടി, അതുപോലെ ഈ അർജുന്റെ പെണ്ണുങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഈ വാക്ക്. അതുകൊണ്ട് ബേജാറാകണ്ട. അർജുനെ നമ്മൾ എത്ര പെട്ടെന്ന് തിരിച്ച് ജീവിതത്തിൽ കൂടെ തിരിച്ചു വരും. അതുകൊണ്ട് ബേജാറാകണ്ട, അവൻ തിരിച്ചു വരും. അവനെ നമ്മൾ രക്ഷപ്പെടുത്തുമെന്ന് ഈ മണ്ണിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിന്ന് എല്ലാവരും തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന അവനെ കാത്തിരിക്കുകയാണ് എല്ലാവരും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം പറഞ്ഞ് നിർത്തുന്നു ഈ വീഡിയോ. എല്ലാവരും കാണുക, എല്ലാവരും കേൾക്കുക. അവനെ ജീവിതത്തിൽ കൂടെ തിരിച്ചു വരാനുള്ള നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവനെ മണ്ണിന്ന് നമുക്ക് നീക്കം ചെയ്യണം. അവനെ മണ്ണിന്ന് നീക്കം ചെയ്യാൻ, ആ മണ്ണ് നമുക്ക് അവനെ രക്ഷപ്പെടുത്താൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കണമെന്ന് മാത്രം പറഞ്ഞെത്തുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിന്റെ വീഴ്ചയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പോണില്ല കർണാടകത്തിൽ? എന്തുകൊണ്ട് പോണില്ല? കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പോണില്ല? ഇങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രി പോണില്ല പറഞ്ഞാൽ, ഇടപെടുന്നില്ല പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതാണ് പറഞ്ഞത്. കാരണം ഒരു ജീവനല്ലേ അവിടെ പോകാത്ത മുഖ്യന് എന്തിനാ വേണ്ടിയാ? ഒന്ന് പോകണം, എന്തായാലും പോകണം. കാരണം അവിടെ പാർട്ടി നോക്കരുത്, അവിടെ എന്ത് നോക്കാൻ പാടില്ല. കാരണം ജീവമാണ്. അവൻ ഏത് പാർട്ടി ആയിക്കോട്ടെ, പാർട്ടിയല്ല നോക്കേണ്ടത്, ജീവമാണ്. അവന് ഏത് പാർട്ടിയാലും വേണ്ട, പക്ഷേ രക്ഷപ്പെടുത്താനുള്ള പാകം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. ഒരു കോഴിക്കോട്ടുകാരൻ, ഒരു മലയാളിക്കാരൻ കർണാടകത്തിൽ കുടുങ്ങുമ്പോൾ അതിന്റെ വേദന ആ അർജുന്റെ പെണ്ണുങ്ങളും കുട്ടിയും, കാരണം അവർ രണ്ടാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന അത് സർക്കാർ എന്തുകൊണ്ട് കേൾക്കണില്ല? നമ്മുടെ കേരള സർക്കാർ എന്തുകൊണ്ട് കേൾക്കണില്ല എന്ന് കേൾപ്പിച്ചു കൊടുക്കണം. കേൾക്കണം, അറിയണം. അതാ വേദന. അറിയാതെ പോകരുത് മാത്രം പറഞ്ഞു നിർത്തുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാ ഭാഗം മാത്രം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. അർജുന് പാവമാണ്. ഒരു കൂലിപ്പണിക്കാരനുമായി ഡ്രൈവറായി പോവുകയാണ്. അതെ, പല പെണ്ണുങ്ങളും കുട്ടികളും പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ രാത്രി പെയ്ത മഴ, നാല് വട്ടം പെയ്ത മഴ, 4 ദിവസം പെയ്ത മഴ, ആ മയത്താണ്, ആ മണ്ണച്ചില്ലാണ് ആ അർജുനിൽ പെട്ടുപോയത്. ആ മണ്ണിൽ അത് അവനെ രക്ഷപ്പെടുത്താനുള്ള പാകം നമ്മുടെ സംസ്ഥാന സർക്കാരിന് തയ്യാറാകണം. നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന് ഇടപെടണം. അതിന് 100% ഇടപെട്ട് അവനെ രക്ഷപ്പെടാൻ തയ്യാറാകണം. അതുപോലെ നമ്മുടെ BD സർവീസ് അടക്കം പോയിട്ട്, നമ്മുടെ കേരളത്തിന്റെ BD സർവീസ് അടക്കം പോകേണ്ട ഗതികൾ. ഏത് കൊണ്ടുവരാ വാർക്കി കഴിഞ്ഞ് വാർക്കി പോയിക്കോളി കേൾക്കും. അതെ, നമ്മുടെ BD സർവീസ് എന്ന പേരുടെ നേതാവ് എത്ര പെട്ടെന്ന് ഈ മന്ത്രിനോട് വിഷയം തേടണം. വിഷയം പറഞ്ഞ് എത്ര പെട്ടെന്ന് പറഞ്ഞിട്ട് ഇത് ശരിയാക്കാൻ. അതുകൊണ്ട് ഈ അർജുന എത്ര പെട്ടെന്ന് ജീവിതത്തിൽ കൂടെ തിരിച്ചു കൊണ്ടുവരാനുള്ള പാകത്തുനിന്ന് നമ്മുടെ BD സർവീസ് അടക്കം ആളുകളും, അതുപോലെ കോഴിക്കോടിന് തീരുമാനമെടുത്ത്
ഒരു അർജുൻ ഒരു അർജുൻ കുടുംബം പോറ്റുന്ന കോഴിക്കോട്ടുകാരനമായ ഒരു അർജുൻ ആ മണ്ണിന്റെ അടിയിലായപ്പോ 4 ദിവസം വന്ന മഴ, ആ 4 ദിവസം പെയ്ത മഴയിൽ പെട്ട ആ ഇടിഞ്ഞുപൊട്ടത്തിൽ ആ മണ്ണിച്ചിൽ വീണ ആ മണ്ണിച്ചിൽ ഒന്നായിട്ട് ആ ഡോറ് ഒന്നായിട്ട് മണ്ണിൽ പൂണ്ടിക്കൊണ്ടിരിക്കുന്ന അത് ആരായാലും അത് ഞാനായാലും ഇപ്പൊ എനിക്ക് ഡ്രൈവറാണെങ്കിലും ഞാനാണെങ്കിലും ആ മണ്ണിച്ചിൽ പോയപ്പോ എന്നെ രക്ഷപ്പെടുത്താനേ ആ മണ്ണിൽ ഞാൻ പോകുമ്പോ എന്താവും അർശ്യ. അതുപോലെ തന്നെയാണ് അവൻ ആ അർജുന് പറഞ്ഞ ആ ആള് ആ മണ്ണിൽക്കിൽ കുടുങ്ങിയത്. അത് ഞാനാണെങ്കിലും ഇപ്പൊ ഞാൻ ലോറിക്കാരനാണെങ്കിൽ ഡ്രൈവറാണെങ്കിൽ ഞാനിപ്പോ 4 ദിവസം കർണാടകത്തേക്ക് പോവുകയാണ്. കർണാടകത്തേക്ക് പോകുമ്പോ ഞാൻ ലോറിയും കൊണ്ട് പോയാച്ചി ആ പോരുമ്പോ 4 ദിവസം പെയ്ത മയിൽ ഞാൻ ഒന്നായിട്ട് ആ മണ്ണിടിച്ചിലൊന്നായിട്ട് ഞാൻ പെട്ടുപോയി. ആ ലോറി ഒന്നായിട്ട് മണ്ണിടിച്ചു പോയി. അപ്പൊ അതുപോലെയാണ് അർജുൻ പറഞ്ഞ അവൻ ആ മണ്ണിൽ പെട്ടത്. നിങ്ങൾ ഓർക്കാതെ പോരുത്. അത് രക്ഷപ്പെടുത്താനുള്ള പാകം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും കർണാടകത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. കർണാടകത്തിന്റെ ഇടപെടൽ വേണം. അവിടുത്തെ ഏത് മന്ത്രിയായാലും ആ മന്ത്രി എത്ര പെട്ടെന്ന് തീരുമാനമെടുത്ത് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ ഈ കോഴിക്കോടുള്ള ആ അർജുൻ ജീവിച്ച് കാണാൻ നമുക്ക് പൂതിയുണ്ട്. അവൻ ജീവിച്ച് കാണുന്ന അർജുന് ഇവിടെ ജീവിക്കാനും ഈ കോഴിക്കോട് വന്ന് ജീവിക്കാനും അവനും പെണ്ണുങ്ങളും ആ കുട്ടിയും ജീവിക്കാൻ ഞങ്ങളൊക്കെ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഈ വീഡിയോ എല്ലാവരും കാണുക, മാത്രം പറഞ്ഞ് നിർത്തുന്നു. ഈ വീഡിയോ എല്ലാവരും മാത്രം പറഞ്ഞ് നിർത്തുന്നു. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും എല്ലാവർക്കും ഫോർ ചെയ്യുക. അർജുനെ കണ്ടെത്തുന്നവരെ, അർജുൻ ആ മണ്ണിന് നമ്മൾ ഊരുന്നവരെ, രക്ഷപ്പെടുത്തുന്നവരെ നമ്മൾ ഈ വീഡിയോ വൈറലാക്കണമെന്ന് എല്ലാവരും അപേക്ഷിക്കുന്നു. നിർത്തുന്നു. മണ്ണിടിച്ചിൽ പോയതാണ്. അത് ഞാനായാലും ഭാരത ഡ്രൈവറാണെങ്കിലും, കാരണം ഒരു കുട്ടികളെ നോക്കാനുമായി പോയതാണ് അല്ലേ. ഇപ്പൊ ഞാനാണെങ്കിലും കുട്ടികളും മക്കളും നോക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോ ആ ലോറി പോകുമ്പോ എങ്ങനെ ഇക്കാരം പക്ഷെ 4 ദിവസം വന്ന മഴ, ആ 4 ദിവസം പെയ്ത മഴയിൽ ഞാൻ ആ മണ്ണിടിച്ചിൽ കൊടുങ്ങുമ്പോ അതൊന്നായിട്ട് മൂടുമ്പോ ആ മണ്ണൊന്നായിട്ട് ഡോറൊന്നായിട്ട് മൂടുമ്പോ ആ ഡോറി ഞാൻ പെട്ടുപോയി. പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ പോണില്ല. കോള് വിളിക്കുന്നു, നമ്മൾ വിളിക്കുന്നു, പിറ്റേന്ന് പോണ ഓഫാകുന്നു. ഇതാണ് ഉണ്ടാകുക. ഇത് തന്നെയാണ് നമുക്കും ഈ ഗതി ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. അതെ, അത് ഞാനായാലും അതുപോലെ അർജുനായാലും അതെ, ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തിയത് മാത്രം നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ എന്താ? രക്ഷപ്പെടുത്തുക, ആപ്പട്ടിലേക്ക് കൊണ്ടുപോവുക. അതെ, അവന് ജീവണ്ടെങ്കിൽ അവനെ വേഗം കർണാടകത്തിൽ നിന്ന് വേഗം ആംബുലൻസിൽ നേരെ കൊണ്ടുപോയിട്ട് അവനെ വേഗം ഡോക്ടറെടുത്ത് കൊണ്ടുപോവുക, വേഗം ആപ്പട്ടിൽ കൊണ്ടുപോവുക. അതെ, രക്ഷപ്പെടുത്തുക. മരണത്തിലേക്ക് കീഴടക്കാൻ, മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു എല്ലാ ഭാഗത്തിലേക്കും. അതുകൊണ്ട് അതെ, അർജുൻ ജീവിതത്തിൽ കൂടെ വരട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ അർജുന്റെ പെണ്ണുങ്ങളും കുട്ടിയും അതെ നോക്കാനുള്ള അവൻ തിരിച്ചു വരട്ടെ എന്ന്, നല്ല രീതിയിലേക്ക് അവൻ ജീവിക്കട്ടെ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അതെ, നിർത്തുന്നു. ഈ വീഡിയോ എല്ലാവരും കാണുക, മാത്രം പറഞ്ഞു നിർത്തുന്നു. ഓക്കെ.